ഹലോ. അപ്പോൾ നമ്മളെ പ്രശ്നിക്കടവ് വരെ പോക്കാണ് കേട്ടാ. അപ്പോൾ ഇപ്പോൾ സമയം 6 മണിയായി. അപ്പോൾ കുറേ ദിവസമായി പോകണമെന്ന് വിചാരിക്കുന്നത്. അമ്മയെല്ലാം കുറേ ആയി പറയുന്നത് പോകണമെന്നേ. അപ്പോൾ ഇന്നാണ് അതിന് സമയം കിട്ടിയത്. അപ്പോൾ നമ്മൾ അങ്ങോട്ടേക്ക് പോക്കാം കേട്ടോ. ഞാനുണ്ട്, ഇവൻ്റെ അച്ഛനുണ്ട്, അമ്മയുണ്ട്, 2 അമ്മമാരുണ്ട്, ധ്വനിയുണ്ട്. എടുത്തു എല്ലാവരും. അപ്പോൾ എല്ലാവരും ഉണ്ട് കേട്ടോ. അതെ, അപ്പോൾ പ്രശ്നിക്കടവിൽ ഉത്സവം കൂടിയാണ്. നമുക്ക് ഇവിടുന്ന് 1 മണിക്കൂർ 1.25 മണിക്കൂർ ഓട്ടം ഉണ്ട് കേട്ടോ അവിടേക്ക്. അപ്പോൾ നമ്മൾ പോകുന്നത് ഇരിക്കൂർ പെരുവളത്ത് പറമ്പെന്ന് മാറി മയ്യിൽ വഴി അങ്ങനെയാണ് പോകുന്നത്. ഇത് പറശ്ശിനി പാലത്തുമെന്ന് താഴേക്കുള്ള കാഴ്ചയാണ്. അപ്പോൾ ലോങ് വ്യൂ ആയതുകൊണ്ട് നമുക്ക് വീഡിയോ ഒരു ക്ലിയർ കിട്ടുന്നില്ല. അതാ ഇങ്ങനെ. വണ്ടി നമ്മൾ മേലെയാണ് പാർക്ക് ചെയ്തത് കേട്ടോ. അപ്പോൾ താഴേക്ക് എടുത്തു കഴിഞ്ഞാൽ ഭയങ്കര ബ്ലോക്കും കാര്യങ്ങളും, ഉത്സവമായിട്ട് നല്ല തിരക്കുകളല്ലേ. അപ്പോൾ നമ്മൾ വണ്ടി ആ മേലെ റോഡിന് പാർക്ക് ചെയ്ത് ആ സ്റ്റെപ്പ് വഴി ഇങ്ങനെ ഇറങ്ങി വരുന്നതാണ്. ഇത് സ്റ്റെപ്പ് ഇറങ്ങി വരുമ്പോൾ ഏകദേശം സെൻറ്റർ ഭാഗത്തായിട്ടാണ്. ഇത് ഒരു ഭഗവതിയുടെ കോട്ടുണ്ട് കേട്ടോ, ശ്രീ ചോന്നമ്മ ഭഗവതി. അവിടെ നിന്ന് വെടിക്കെട്ട് ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ മേലെ നടക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ എവിടെയാണ് നടക്കുന്നത് അറിയില്ല. നമ്മളിതിൻ്റെ ഗ്യാപ്പിലേ കണ്ടതാണ് ഒരു കടമുറിയുടെ. അപ്പോൾ ഉത്സവമായതുകൊണ്ട് വെടിക്കെട്ട് നടന്നുകൊണ്ടിരിക്കലാണ്. അപ്പോഴേക്കും 2 വിദേശികൾ. അപ്പോൾ ക്ഷേത്ര ദർശനം കഴിഞ്ഞ് തിരിച്ച് വരുന്ന വഴിയാണ് കേട്ടോ. അങ്ങനെ നമ്മളും സ്റ്റെപ്പൊക്കെ ഇറങ്ങി ഏകദേശം അമ്പലത്തിൻ്റെ കവാടത്തിനടുത്തായിട്ട് എത്തിയിട്ടുണ്ട് കേട്ടോ. അങ്ങനെ ഉള്ളിൽ കയറി കഴിഞ്ഞാൽ ഇങ്ങനെ കുറേ ആളുണ്ടാവും കേട്ടോ. അവരുടെ മുത്തപ്പൻ്റെ അരുമകളാണ്. അങ്ങനെ നമ്മൾ അമ്പലത്തിൻ്റെ മുമ്പിലെത്തിയിട്ടുണ്ട്. അപ്പോൾ അമ്പലത്തിൻ്റെ മുമ്പിൽ ഇങ്ങനെ നല്ല ലൈറ്റെല്ലാം കത്തിച്ചിട്ട് നല്ല അടിപൊളി സെറ്റാക്കിയിട്ടുണ്ട്. അപ്പോൾ ചെരുപ്പെല്ലാം എടി അയച്ചു നോക്കുക എന്നുള്ള കൺഫ്യൂഷനാണ്. ഫുള്ള് ചെരുപ്പാണ്. അപ്പോൾ ഉള്ളിൽ നിറച്ചു ആളാണേ. അങ്ങനെ നമ്മൾ ചെരുപ്പെല്ലാം അയച്ചു വെച്ച് നേരെ പുഴയിൽ ഇറങ്ങിയിട്ടുണ്ട്. അപ്പോൾ പുഴയിൽ നിന്ന് നല്ല കാലെല്ലാം കഴുകി നേരെ പുഴ നോക്കുമ്പോൾ നല്ല മൂകമായിട്ടാണുള്ളത് കേട്ടോ പുഴയെല്ലാം. അങ്ങനെ പുറത്തുനിന്ന് കുറച്ച് വീഡിയോ എല്ലാം എടുത്ത്. അപ്പോൾ പുറത്തുനിന്ന് വീഡിയോ ഇങ്ങനെ എടുക്കാനേ പറ്റും കേട്ടോ. ഉള്ളിൽ ക്യാമറ ഫോട്ടോ എടുക്കാനും വീഡിയോ എടുക്കാനും പാടില്ല. അതുകൊണ്ടാണ് പുറത്തിങ്ങനെ എഴുതി വെച്ചിട്ടുണ്ട് കേട്ടോ. അങ്ങനെ പുറത്തുനിന്നുള്ള കുറച്ച് കാഴ്ചകളൊക്കെ മൊബൈലിൽ ഇങ്ങനെ പകർത്തി ഇങ്ങനെ ഇരിക്കലാട്ടാ. എന്ത് ഭംഗിയാ നോക്കിയേ. അപ്പോൾ ഇത് കാണണമെങ്കിൽ നമ്മളെ പാലത്തിന്റെ മുകളിൽ പോയി നിന്ന് കാണണം. അപ്പോഴാണ് ഇതിന്റെ യഥാർത്ഥ ഭംഗി നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുക. ഇത് കണ്ടോ, ഒരു കൊച്ചിന്റെ കണ്ണിൽ പൊടി വീണിട്ട് ആ പുഴയുടെ സൈഡിൽ നിന്നിട്ട് കണ്ണിലെ പൊടി എടുത്തു കൊടുക്കുകയാണ് കേട്ടോ. അങ്ങനെ മുത്തപ്പനെയും കണ്ട് നമ്മൾ മെല്ലെ പ്രശ്നിക്കടവോട് വിട പറയുക. അങ്ങനെ മടങ്ങി വരുന്ന വഴിയിൽ ധോനിക്കൊരു ഹെയർ ബാൻഡ് മേടിച്ചു കൊടുത്തിട്ടുണ്ട് അച്ചാച്ച. മറ്റേ തലയിലിടുന്ന ട്രെൻഡിങ് ആയിട്ടുള്ള. അപ്പോൾ അതൊക്കെ തലയിലിട്ട് ഇങ്ങനെ നടന്ന് വരുന്ന വന്നു. അപ്പോൾ നമ്മൾ എല്ലാം കഴിഞ്ഞൊരു ഹോട്ടലിൽ ഭക്ഷണം കഴിക്കാൻ കയറിയിട്ടുണ്ട്. അപ്പോൾ നല്ല ക്രിക്കറ്റ് കളി നടക്കുന്നുണ്ട് കേട്ടോ, ഇന്ത്യയും ദക്ഷിണാഫ്രിക്കയും തമ്മിലുള്ള. അപ്പോൾ ഓർഡർ ചെയ്തിട്ട് കുറച്ച് സമയമായി. അപ്പോൾ നമുക്ക് പ്രശ്നമില്ല, കളിയിലുകൊണ്ട് ഇങ്ങനെ കണ്ടിരിക്കാമല്ലോ. അപ്പോൾ വിശന്നിട്ട് നല്ല വിശപ്പുണ്ട്. അപ്പോൾ പ്ലേറ്റ് കൊണ്ടുവച്ചിട്ടുണ്ടേ. പ്ലേറ്റ് പേര് കണ്ടിട്ട് ഞാൻ വെച്ച് സൂണെല്ലാം കണ്ടിട്ട് പെട്ടെന്ന് ഭക്ഷണം കിട്ടുന്നു. അപ്പോൾ അങ്ങനെ പൊറോട്ട ഓർഡർ ചെയ്ത പൊറോട്ട വന്നിട്ടുണ്ട്. അപ്പോൾ അമ്മയും അച്ഛനും അമ്മമാരും പൊറോട്ട ഇങ്ങനെ കഴിച്ചുകൊണ്ടിരിക്കില്ല. ഇവർ ദിവ്യം ധോനി ഓർഡർ ചെയ്ത ക്വാർട്ടർ ചിക്കൻ മന്തിയും വന്നിട്ടുണ്ട്. അപ്പോൾ അവരൊക്കെ ഭക്ഷണം കഴിച്ചു. അപ്പോൾ ഞാനൊരു സിംഗിൾ ചിക്കൻ ബിരിയാണിക്ക് ഓർഡർ ചെയ്തേനെ. അങ്ങനെ അതും വന്നു. അതും പ്ലേറ്റിലേക്ക് തട്ടിയിട്ട്. അപ്പോൾ കുഴപ്പമില്ല കേട്ടോ, നല്ല 2 പീസ് ഉണ്ട്. നല്ല റൈസും കാര്യങ്ങളും അടിപൊളിയാണ്. അതൊക്കെ കഴിഞ്ഞ് ക്യാഷ്യറെടുത്ത പൈസ കൊടുക്കാൻ വേണ്ടി വരുമ്പോൾ ഇതാ നല്ലൊരു പ്രതിമേനെ കണ്ട. ഇവിടെ നല്ലൊരു കർഷകൻ്റെ പ്രതിമ. നമ്മൾ 6 ഭക്ഷണം കഴിച്ചിട്ട് നമുക്ക് 530 റുപ്യ ആയി കേട്ടോ. അങ്ങനെ നമ്മൾ ഭക്ഷണം കഴിഞ്ഞ് പുറത്തിറങ്ങിയിട്ട്. അപ്പോൾ ഈ സ്ഥലം വരുന്ന മയ്യിൽ നിന്ന് ഇരിക്കൂറേക്ക് വരുന്ന വഴി മയ്യിൽ ടൗൺ കഴിഞ്ഞ പാടെയാണ്. അങ്ങനെ നമ്മൾ വീട്ടിലേക്ക്. അപ്പോൾ നമ്മൾ ഇന്നത്തെ വീഡിയോ ഇത്രയുള്ളൂ. ടാറ്റ ബൈ ബൈ.